നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് പറയുന്ന ഈ വീഡിയോയിലെ വിഷയം, ക്ഷേത്രത്തിൽ സ്ത്രീകൾ ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത 4 കാര്യങ്ങൾ. ക്ഷേത്രത്തിൽ സ്ത്രീകൾ ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത 4 കാര്യങ്ങൾ. അത് ഏതൊക്കെയാണ്, എന്താണ് കാര്യം, അത് ആണ് ഞാൻ ഇവിടെ ഇതിൻ്റെ അകത്ത് വിഷയമായി അവതരിപ്പിക്കുന്നത്. ഒന്ന്, സാഷ്ടാംഗ നമസ്കാരമുണ്ട്. ഈ സാഷ്ടാംഗ നമസ്കാരം സ്ത്രീകൾക്ക് പറ്റില്ല, അങ്ങനെ പാടില്ല, അത് നിഷിദ്ധമാണ്. കാരണം അത് പുരുഷന്മാർക്കുള്ളതാണ് സാഷ്ടാംഗ നമസ്കാരം. സ്ത്രീകൾക്ക് അതിന് പകരം ഇതുണ്ട്, പഞ്ചനമസ്കാരമുണ്ട്. പഞ്ചനമസ്കാരം അതായത് സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ മാറിടവും ഉദരഭാഗവും ഭൂമിയിൽ സ്പർശിക്കാൻ പാടില്ല, പ്രത്യേകിച്ച് ക്ഷേത്രത്തിന്റെ അകത്ത്. അങ്ങനെ ഒരു ഇതുണ്ട്. അവരുടെ ഈ പറഞ്ഞ ശരീരഭാഗങ്ങൾ ക്ഷേത്രത്തിന്റെ അകത്തോ അല്ലെങ്കിൽ ഭൂമിയിലോ അത് സ്പർശിക്കാൻ പാടില്ല. അപ്പൊ ഈ സാഷ്ടാംഗ നമസ്കാരം ചെയ്യുമ്പോഴും അതേപോലെ തന്നെ ശയനപ്രദിഷ്ഠം ചെയ്യാനും പാടില്ല. സാഷ്ടാംഗ നമസ്കാരം പോലെ തന്നെ അതോടൊപ്പം തന്നെയുള്ള ശയന നമസ്കാരം അല്ലേ, ശയനപ്രദിഷ്ഠം. അപ്പൊ ശയനപ്രദിഷ്ഠവും സാഷ്ടാംഗ നമസ്കാരവും സ്ത്രീകൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല. കാരണം ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് സ്ത്രീകളെ സംബന്ധിച്ച് ഈ സാഷ്ടാംഗ നമസ്കാരവും ശയനപ്രദിഷ്ഠവും ചെയ്യാൻ പാടില്ല എന്ന് ആചാര്യന്മാരും അതേപോലെ തന്നെ ജ്യോതിഷ ഗ്രന്ഥങ്ങളിലും അതേപോലെ തന്നെ പാരമ്പര്യ ജ്യോതിഷ വചനങ്ങളിലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണിത്. സ്ത്രീകളുടെ ഈ നമസ്കാരം അത് ക്ഷേത്രത്തിൽ പാടില്ല അല്ല. അപ്പൊ ഇങ്ങനെയുള്ള ആചാര്യം സ്ത്രീകൾ ക്ഷേത്രത്തിൽ ചെയ്താൽ അവർക്കത് ബുദ്ധിമുട്ടുണ്ടാക്കും, അല്ലെങ്കിൽ അവർക്കതിന് നെഗറ്റീവ് എനർജി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ചെയ്യാൻ പാടില്ല. മറ്റൊന്ന്, രണ്ടാമത്തത് കാര്യം, മുടി അഴിച്ചിട്ടുള്ള ക്ഷേത്രപ്രവേശനം ഒരിക്കലും പാടില്ല. സ്ത്രീകൾ ഈ മുടി അഴിച്ചിട്ടിട്ട് അങ്ങോട്ട് ക്ഷേത്രത്തിന്റെ അകത്ത്, അതായത് ചുറ്റമ്പലത്തിന്റെ അകത്തോട്ട് കയറുമ്പോൾ അത് ശരിയല്ല. കാരണം അവിടെ ആ മുടിയിൽ നിന്നുള്ള ഒരു ചെറിയ ഊർജം ആ ക്ഷേത്രത്തിലേക്ക് ചെല്ലാൻ പാടില്ല. ക്ഷേത്രത്തിലെ ശ്രീകോവിലേക്കോ ആ ചുറ്റമ്പലത്തിന്റെ അകത്തേക്കോ വരാൻ പാടില്ല. മുടി ഒതുക്കി കെട്ടിയിട്ട് വേണം സ്ത്രീകൾ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ. അല്ലാതെ മുടി അഴിച്ചിട്ടിട്ട് ക്ഷേത്രത്തിൽ പോകുന്നത് ശരിയല്ല. ക്ഷേത്രത്തിന്റെ അകത്ത് മുടി അഴിച്ചിട്ട് നിൽക്കാനും പാടില്ല. അതാണ് കാരണം. ഞാൻ ഈ നേരത്തെ പറഞ്ഞ മുടിയിൽ നിന്ന് വരുന്ന ഒരു നെഗറ്റീവ് എനർജി ഉണ്ടാവും, അത് പാടില്ലാത്തതാണ്. മറ്റൊന്ന്, ഈ ശ്രീകോവിലിൽ നിന്നും വരുന്ന ചൈതന്യമുണ്ട്. ശ്രീകോവിലിന് വരുന്ന ഒരു ചൈതന്യം, നമ്മൾ എന്തൊരു വഴിപാട് നടത്തിയാലും അത് ആ ശ്രീകോവിലിന് മുമ്പിൽ ആ വഴിപാടുകാരൻ ഉണ്ടായാൽ കൂടുതൽ ഫലം അവന് കിട്ടും. അപ്പൊ അതുകൊണ്ട് ഈ ശ്രീകോവിലിന്റെ അകത്തുനിന്ന് വരുന്ന ആ ഊർജം അല്ലെങ്കിൽ ആ ചൈതന്യം അത് ശ്രീകോവിലിന് ചുറ്റും സർക്കുലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു വസ്തുതയാണ്. മനസ്സിലായി? അത് പുറത്തേക്ക് പോകില്ല. അതുകൊണ്ട് ആണ് ക്ഷേത്രം നട അടച്ചിട്ടാല് തൊഴുതിട്ട് കാര്യമില്ലെന്ന് പറയുന്നത്. കാരണം ഇതിന്റെ അകത്ത് തന്നെയാണ് നിൽക്കുന്നത്. മനസ്സിലായി? അത് പുറത്തേക്ക് പോകില്ല. അപ്പൊ അതുകൊണ്ട് സ്ത്രീകൾ കഴിയുന്നതും, അപ്പൊ ഈ നെഗറ്റീവ് ഊർജം ഈ ശ്രീകോവിലിൽ നിന്ന് വരുന്ന ആ ചൈതന്യത്തെ, ഈ മുടിയുടെ നിന്ന് വരുന്ന ആ നെഗറ്റീവ് ഊർജം അത് ക്ഷേത്ര ആചാര്യങ്ങൾക്ക് എതിരാണ്. അത് നെഗറ്റീവ് ഊർജം അതിന്റെ ശ്രീകോവിലിന്റെ ചുറ്റും വരാനും പാടില്ല. അതുകൊണ്ടാണ്
അത് മുടി അഴിച്ചിട്ട് സ്ത്രീകൾ ക്ഷേത്രത്തിൽ പ്രവേശിക്കരുത് എന്ന് പറയുന്നത്. അപ്പൊ മുടി നല്ലപോലെ ഒതുക്കി കെട്ടി വേണം ചെയ്യാൻ. പിന്നെ മറ്റൊന്ന്, മൂന്നാമത്തെ കാര്യം, ഇവരുടെ ആർത്തവ ദിവസങ്ങളിൽ ഒരിക്കലും പാടില്ല. അത് പൊതുവെ സ്ത്രീകൾക്ക് അറിയാവുന്ന കാര്യമാണ്, ഇല്ലേ? എന്നാൽ അതിൽ ചില ആൾക്കാർ ചില ദിവസങ്ങൾ കണക്കാക്കിയിട്ട് അങ്ങനെ പോകുന്ന ആൾക്കാരുണ്ട്. അതായത് ചിലവർ 3 കഴിഞ്ഞ് അല്ലെങ്കിൽ 4 കഴിഞ്ഞ് ഉടനെ നിന്ന് ക്ഷേത്രത്തിലേക്ക് പോകുന്ന ആ ഒരു ഇത്. ശരിക്കും അങ്ങനെ വരുന്നാൽ അതൊരു ശരീരശുദ്ധിക്ക് അല്ല അങ്ങനെ വരുന്നത്. ഒരു 7 ദിവസം കഴിഞ്ഞാലോ ക്ഷേത്രത്തിനകത്ത് കയറാൻ പാടുള്ളൂ. ഇവരുടെ ശരീരശുദ്ധി നോക്കണം. അപ്പൊ ശാരീരിക ശുദ്ധിക്ക് വലിയ പ്രാധാന്യമുണ്ട്. അതോടൊപ്പം തന്നെ തന്റെ മനസ്സും ശരീരവും ശുദ്ധമായിരിക്കണം. ഈ ആർത്തവ ദിവസങ്ങളിൽ സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് മനസ്സ് അത്ര ക്ലിയർ ആവില്ല. കാരണം അതിൻ്റെതായ ശാരീരിക വിഷമങ്ങൾ അവർക്കുള്ളതിനാൽ അവരുടെ മനസ്സ് അതോടൊപ്പം തന്നെ ശരീരവും അവർക്കത്ര നല്ല വിധത്തിലായിരിക്കില്ല ആ സമയങ്ങളിൽ. അപ്പൊ അതുകൊണ്ട് മനസ്സും ശരീരവും ശുദ്ധമാകാൻ പറ്റുന്ന ഒരു സമയം, അതാണ് ഒരു 7 ദിവസം എന്ന് പറയുന്നത്. ആ 7 ദിവസം കഴിയാതെ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നത് തെറ്റാണ്. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്കത് ദോഷമായി ഭവിക്കാനേ സാധ്യതയുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പൊ 3 കഴിഞ്ഞു. ഇനി 4-മത്തെ കാര്യവും, ഞാൻ 4 കാര്യങ്ങളാണ് പറഞ്ഞത്. ഈറനായ വസ്ത്രത്തോടെ സ്ത്രീകൾ, അതായത് നനഞ്ഞ വസ്ത്രത്തോടെ സ്ത്രീകൾ ക്ഷേത്രത്തിനകത്ത് പ്രവേശിക്കരുത്. അങ്ങനെയുണ്ട്. കാരണം സ്ത്രീകളുടെ ശരീരഭാഗങ്ങൾ തെളിഞ്ഞു കാണാൻ ഇടവരരുത്. സ്ത്രീകൾ ആ നനഞ്ഞ ഡ്രസ്സോടുകൂടി അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ കയറുമ്പോൾ അവര് നനഞ്ഞ് ഈറനായിട്ട് നിന്നാൽ ഇവരുടെ ഉടയാടകൾ ഇവരുടെ ശരീരത്തോട് ഒട്ടിപ്പിടിച്ച് നിന്ന് അവരുടെ ശരീര ഭാഗങ്ങൾ നല്ലപോലെ തെളിഞ്ഞു കാണുന്ന വിധത്തിൽ ആകുമ്പോൾ അത് മറ്റുള്ളവരുടെ ശ്രദ്ധ അതിലേക്ക് വരാനും ക്ഷേത്ര പരിശുദ്ധിക്ക് അത് ദോഷമായി സംഭവിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് സ്ത്രീകൾ ഈറനായ വസ്ത്രത്തോടുകൂടി ക്ഷേത്രത്തിൽ പ്രവേശിക്കരുത് എന്ന് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത്. ക്ഷേത്രങ്ങളുടെ പവിത്രതയും ആത്മീയമായ അന്തരീക്ഷവും കാത്തുസൂക്ഷിക്കാൻ ഇത്തരം ആചാരങ്ങൾ സ്ത്രീകൾ പാലിക്കപ്പെടണം. അതാണ് വേണ്ടത്. ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ഈ വിഷയത്തെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഇത് കമന്റായിട്ട് ഇടണമെന്നും ഒരു നിർദ്ദേശം നിങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.